നെറ്റ്ഫ്ലിക്സിൽ ഈ മാസം റിലീസായ ഒരു ഡ്രാമ സീരീസാണ് ദ വണ്ടർഫുൾസ്. സോ ഇതൊരു ലിമിറ്റഡ് സീരീസാണ്, 8 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കാണാനായിട്ട് തീരുമാനിച്ചത്. കാരണം ബാക്കിയുള്ള സീരീസിനെ പോലെ ഒരുപാട് സീസണും ഒരുപാട് എപ്പിസോഡൊക്കെ കണ്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡ് എന്തായിരിക്കും എന്നൊക്കെ ആകാംക്ഷയോടെ ഇരിക്കുമ്പോഴായിരിക്കും ഇവന്മാരും നമുക്ക് മൂഞ്ചിപ്പിച്ച് കൈ തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബോയ്സ് ഇറങ്ങി, അതിൻ്റെ ലാസ്റ്റ് സീസൺ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഭയങ്കര ശോകമായിരുന്നു. ശരി, സെക്കൻഡ് എപ്പിസോഡിൽ അടിപൊളിയായിരിക്കും, തേർഡ് എപ്പിസോഡിൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ച് ലാസ്റ്റ് എപ്പിസോഡ് ആവുന്നവരവന്മാർ വലിച്ച് നീട്ടി അതിനെ നല്ല രീതിക്ക് തേച്ചൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് എപ്പിസോഡ് ആയപ്പോഴും ഒരു ഹൈ എന്നുള്ള സാധനമില്ല. കോമിക്സ് പോലെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് ഒരു വെയ്പ്പ്. ഞാൻ കോമിക്സ് വായിച്ചിട്ടില്ല, പക്ഷേ സ്റ്റിൽ കൊള്ളാവുന്നൊരു എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡായിരുന്നു. എന്നാലും അത് അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയതുമില്ല. സോ അതുകൊണ്ട് തന്നെ അന്നത്തോടെ തീരുമാനിച്ചു ഇനി തൊട്ട് ഈ സീരീസ് കാണുന്ന പരിപാടി അങ്ങ് നിർത്തണം. കാരണം ലാസ്റ്റ് ഇവന്മാർ കൊണ്ട് കുളമാക്കും. പക്ഷേ ഇതൊരു ലിമിറ്റഡ് സീരീസ് ആയതുകൊണ്ട് തന്നെ ഇത് കാണാം എന്ന് വെച്ചു. അങ്ങനെ കണ്ടു തുടങ്ങി. സോ ഇതിൻ്റെ കാസ്റ്റിലോട്ട് വരുമ്പോൾ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ചാ ഉൻ വു, ഹീറോയിൻ പാർക്ക് ഉൻ ബിൻ. ഹീറോയിൻ ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്കാരുടെ പെർഫോമൻസ് ആണ് ഈ മെയിനായിട്ടും ഈ സീരീസിൻ്റെ ഒരു മെയിൻ പോസിറ്റീവ്. പുള്ളിക്കാരി ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര നാച്ചുറലാണ്, അടിപൊളിയാണ്. പിന്നെ ഹീറോയിൻ്റെ കൂട്ടുകാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഇം സ്യോങ് ജെയും ചോയ് ഡെയ് ഹൂയുമാണ്. ഇവരുടെ പേരൊന്നും എനിക്ക് നേരെ പറയാൻ പറ്റില്ല, കാരണം ഇവരൊക്കെ കൊറിയൻകാരാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഗൂഗിളിൽ കാസ്റ്റൊക്കെ അടിച്ച് നോക്കിക്കോ. സോ അപ്പോൾ കഥയിലോട്ട് വരുമ്പോൾ 1999 നടക്കുന്ന ഒരു സ്റ്റോറി. കൊറിയയിൽ ഏതൊരു സിറ്റി. അപ്പോൾ അവിടുത്തെ 3 പേരും മണ്ടന്മാരായ ഒരു ഹീറോയിൻ്റെ മണ്ടന്മാരായ 2 കൂട്ടുകാരും. ഇവരിങ്ങനെ ആൾക്കാരെ ഒന്നും ഉപദ്രവിക്കാതെ എന്നാൽ ആൾക്കാർക്ക് ഉപദ്രവമായിട്ട് ഇവരങ്ങനെ ജീവിച്ചു പോകുന്നു. ഹീറോയിനെ സംബന്ധിച്ചൊരു അസുഖമുണ്ട്, പുള്ളിക്കാരി ഏത് നിമിഷവും മരിച്ചു പോകാം. സോ അവിടുത്തെ നാട്ടുകാർ വൈപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ 2000 ആകുമ്പോൾ ലോകം അവസാനിക്കും. അതുകൊണ്ട് അവർക്കെല്ലാം ഭയങ്കര വിഷമമാണ്. പക്ഷേ ഹീറോയിൻ മരിക്കുമ്പോൾ കൂടെ ലോകം കൂടെ വരുമല്ലോ എന്ന് ആലോചിച്ച് ഹീറോയിന് മാത്രം സന്തോഷം. പക്ഷേ ഹീറോയിൻ ഇതുവരെ പുറം രാജ്യങ്ങൾ കണ്ടിട്ടില്ല, നല്ല ഫുഡ്, അതായത് അൺഹൈജീനിക് ആയിട്ടുള്ള ടേസ്റ്റി ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം ഹീറോയിൻ്റെ അമ്മുമ്മയുടെ കൂടെയാണ് പുള്ളിക്കാരി താമസിക്കുന്നത്, അച്ഛനമ്മയൊന്നുമില്ല. ആ അമ്മുമ്മ ഹീറോയിൻ എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തും വിടാറില്ല, നല്ല ഭക്ഷണം മാത്രമേ കൊടുക്കാറുള്ളൂ. അതായത് ഹൈജീനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. പുള്ളിക്കാരിക്കാണെങ്കിലോ ലോകം ചുറ്റണം. അപ്പോൾ ഈ മണ്ടന്മാരായ 2 കൂട്ടുകാരുമൊത്ത് പുള്ളിക്കാരി ഒരു പ്ലാൻ ഇടും. കിഡ്നാപ്പ് എന്നെ, എന്നിട്ട് പൈസ നമുക്ക് അമ്മമ്മയുടെ അടുത്ത് ആവശ്യപ്പെടാം, പുള്ളിക്കാരി തരും, അതുകൊണ്ട് ഞാൻ ട്രിപ്പ് പോവും, നിങ്ങൾക്കും ആവശ്യമുള്ള തരാം എന്ന്. അത് പിന്നെ ഒരു സീരിയസ് മാറ്ററിലോട്ട് എത്തുന്നു. പുള്ളിക്കാരി അബദ്ധവശാൽ മരിച്ചു പോകുന്നു, കാരണം അസുഖം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇവന്മാർ കരഞ്ഞ് മെഴുകി ആ ബോഡി എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണമെന്ന് വെച്ച് ഒരു ഗാർബേജ് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടിടുന്നു. എന്നാൽ അവിടെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഏരിയയിൽ പോകുന്ന ആരും പിന്നെ തിരിച്ച് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവന്മാർ അവിടെ ചൂസ് ചെയ്തത്. അപ്പം അങ്ങനെ കൊണ്ട് ഇവളെ ബോഡി ഡംപ് ചെയ്യുന്നു. ഡംപ് ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്കാരിക്ക് ജീവൻ വയ്ക്കുന്നു. അതോടൊപ്പം ഇവർക്ക് 3 പേർക്കും സൂപ്പർ പവേഴ്സ് കിട്ടുന്നു. പിന്നെ എന്തൊക്കെയാണ് സ്റ്റോറി, ഹീറോ എന്താണ്, ഹീറോ ആരാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കി തീം. സോ ഇതൊരു സൂപ്പർ ഹീറോ കോമഡി ആക്ഷൻ ഫൺ ഫീൽഡ് ഡ്രാമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആലിസ് ഇൻ ബോർഡർലാൻഡോ അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിമോ പോലെയൊന്നും ചിന്തിച്ച് കാണാൻ പറ്റിയ സീറ്റഡ്ജ് സാധനമൊന്നുമല്ല. പക്ഷേ സ്റ്റിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സീരീസ്. അപ്പോൾ മൊത്തത്തിൽ എനിക്കിഷ്ടമായി. കാരണം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് 2 എപ്പിസോഡ്, ഒരു 3 എപ്പിസോഡ് വരെ കണ്ടത് നോർമലി ഞാൻ കാണുന്ന പോലെ ഇംഗ്ലീഷിലാണ്, സബ്ടൈറ്റിലിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇത് സംസാരിച്ചപ്പോൾ അവനാണ് പറഞ്ഞത്, നീ തമിഴിലൊന്ന് കണ്ടു നോക്ക്, അവൻ തമിഴിലാണ് പല സീരീസും കാണുന്നത്, അപ്പോൾ ഇതൊന്ന് തമിഴ് കണ്ടു നോക്ക്, ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഫണ്ണാണെന്ന് പറഞ്ഞിട്ട് 4ാമത്തെ എപ്പിസോഡോട്ട് ഞാൻ തമിഴിൽ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിരിച്ചൊരു വഴിയാവും. കാരണം തമിഴിൽ ഇവരുടെ പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും ഇവർ പറയുന്ന ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒക്കെ ഭയങ്കര സൂപ്പറാണ്. നമുക്ക് ചിരി വരും. മൊത്തത്തിൽ തമിഴ് സിനിമ കണ്ട ഒരു ഫീൽ തന്നെയാണ്. ഈ ഫണ്ണും കാര്യങ്ങളും കോമഡിയൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആവുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, രസമാണത്. പ്രത്യേകിച്ച് ഹീറോയിൻ്റെ ഡബ് ചെയ്തേക്കുന്ന അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ തമിഴിലാണ് ഞാൻ ബാക്കി കണ്ടത്. ഒരു 3 എപ്പിസോഡിന് ശേഷം ബാക്കിയെല്ലാം തമിഴിലാണ് കണ്ടത്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റി നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ, പക്ഷേ അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ വീണ്ടും തമിഴിലിട്ട് തന്നെ പിന്നെ ഫുള്ള് കണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയും വയ്ക്കാതെ ഒരു സീരീസ് കണ്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വണ്ടർഫുൾസ് എല്ലാവരും കണ്ടു നോക്കുക. നല്ലൊരു സീരീസാണ്, ലിമിറ്റഡ് സീരീസാണ്, 8 എപ്പിസോഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സീരീസും പെട്ടെന്ന് തന്നെ തീർത്ത് കണ്ട് ഇഷ്ടപ്പെടാം. അത്രയേ ഉള്ളൂ. ബൈ.